തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചിയിൽ രണ്ടിടത്താണ് വൻ തീപിടുത്തമുണ്ടായത്. പനമ്പള്ളി നഗറിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. സമീപ ഇടങ്ങളിലേക്കും തീ വ്യാപിച്ചിരുന്നു. പുലർച്ചെ 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. നിരവധി അഗ്നിശമന വാഹനങ്ങളുടെ സഹായത്തോടെ തീ നിയന്ത്രണ വിധേയമാക്കി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? തീ നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ കൂടി നിലവിലെ ഒരു സാഹചര്യം ഇപ്പോഴെങ്ങനെയാണ്? അമ്പിളി, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. വലിയ തോതിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, അതായത് എറണാകുളത്തു നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇവിടെ എത്തി ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, തീ അണയ്ക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ വലിയ തീപിടുത്തം. ഗോഡൗൺ തന്നെ വളരെ വലുതാണ്. നമുക്കറിയാം, പനമ്പള്ളി നഗർ, അതായത് സൗത്ത് മേൽപ്പാലത്തിൻ്റെ അടിയിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ഒപ്പം ഓണറാണ് ഇവിടെയുള്ളത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ്? മോളെ, എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. അവിടെ നിന്ന് ബേക്ക് വശത്ത് തീ പിടിച്ച് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ശരിക്കും പറയാം. ഇല്ല, ആർക്കൊന്നും അത് ഈ ഫയർഫോഴ്സ് വന്ന് അവർ പിന്നെ പോലീസുകാരും ഫയർഫോഴ്സും നന്നായിട്ട് സഹായിച്ചു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അടുത്ത അജിയുടെ വർഷാപ്പിൽ അജിയുടെ വീടിന് അവിടെ നിന്ന് അയാളുടെ ബേക്ക് വശത്തു നിന്നാണ് തീ വരുന്നത്, അങ്ങനെ ശരിക്കും പറയുന്നത്. അപ്പോൾ അവിടെ ലൈനുകളൊന്നുമില്ല, ബൾബ് മേടിച്ചൊന്നും ഇല്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. എല്ലാം പോയി, എല്ലാം നിന്നെ കംപ്ലീറ്റ് കത്തിയും പോയി. 10-15 ലക്ഷം രൂപ പ്ലാസ്റ്റിക്. ഇതാണ് ഓണറാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ഏകദേശം 15 ലക്ഷം രൂപയോളം നഷ്ടമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഥമിക കണക്ക് മാത്രമാണിത്. എങ്ങനെയാണ് ഇത്തരത്തിൽ തീ ഉണ്ടായത് എന്ന കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത ഇപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം അനുസരിച്ച് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പറയുന്നത്. ഈ പ്രദേശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിന് തൊട്ടടുത്ത് റെയിൽവേ ക്രോസ് ആണ്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള റെയിൽവേ ക്രോസ് ആണ് ഇവിടെ ഉള്ളത്. ഒപ്പം തന്നെ BPCL അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ അതിൻ്റെ എക്സ്റ്റൻഷനുകളൊക്കെ ഉള്ള ഒരു ഇടമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഈ പ്രദേശം എന്നതാണ് ഇതിൽ ഏറ്റവും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം തന്നെ മെട്രോ ലൈനാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത്, മെട്രോ ലൈനാണുള്ളത്. റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ, അവിടെയാണ് ഈ തീ പിടിച്ചത്. ഇതാണ് ഇപ്പോൾ നമ്മളോട് ഉടമ സൂചിപ്പിച്ച വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇവിടെ നിന്നാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം പറയുന്നു. ഈ ഗോഡൗൺ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏകദേശം 15 ലക്ഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഥമിക കണക്ക് മാത്രമാണ്. ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ വർക്ക്ഷോപ്പിൽ നിന്നാണ് പോകുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം ഉണ്ട്. ഈ വർക്ക്ഷോപ്പിനും കാര്യമായ പ്രശ്നങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അശ്വതി, ഈ പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ സമീപത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിരുന്നു. നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിലെ കുറേ സാധനങ്ങൾ പോയിട്ടുണ്ട്. എണീറ്റ് നോക്കുമ്പോൾ പുറകിൽ നിന്നാണ് കത്തണ കണ്ടതെന്ന് പറഞ്ഞത്. അതെ, അതിൽ നിന്ന് തീ മൊത്തത്തിൽ പടർന്ന് പിടിക്കുക. പ്ലാസ്റ്റിക് ആണല്ലോ ഏറ്റവും കൂടുതലുള്ളത് ഇതിൻ്റെ ഉള്ളിൽ. തീ പിടിക്കാണ് ചെയ്തത് മൊത്തത്തിൽ. ഇല്ല, പുള്ളിയുടെ കൂട്ടുകാരനാണ്. ഇതിന് വലിയ രീതിയിലുള്ള ഇതിനും വർക്ക്ഷോപ്പിന് വലിയ രീതിയിലുള്ളതില്ല. വീടിനാണ് നാശം വന്നത്. വർക്ക്ഷോപ്പിന് കുഴപ്പമില്ല. വർക്ക്ഷോപ്പിന് ഞാൻ വണ്ടിയൊക്കെ അപ്പം തന്നെ ഇറക്കി. ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് വേഗം ഇറക്കാൻ പറ്റി. വീടിന് നാശനഷ്ടം ഉണ്ടായി. അത് നോക്കണം കയറി. ഇപ്പോൾ രാത്രിയല്ലായിരുന്നു. ഞാനും അമ്മയും മാത്രം ഉണ്ടായുള്ളൂ. ഞാനാണ് സൗണ്ട് കേട്ടിട്ട് ഞാനാണ് ഇറങ്ങി നോക്കിയപ്പോഴത്തേനാണ് ഫയർ കാണേണ്ടത്. അപ്പോൾ തന്നെ അമ്മേനെ കൊണ്ട് പുറത്തോട്ട് ഓടി. അമ്മേനെ ആ സൊസൈറ്റിയിലൂടെ കൊണ്ടിരുത്തി. പിന്നെ ഞാൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഞാൻ തന്നെ പുള്ളീനെ ഓണറൊക്കെ വിളിച്ച് വരുത്തിയത്. ഏകദേശം എത്ര മണിയായി? 2 മണി കറക്റ്റ്. ഞാൻ 2 മണിക്കാണ് കിടന്നത്. ആ കിടന്ന് അതേ സ്പീഡിൽ തന്നെ എണീക്കുകയും ചെയ്തു. മറ്റ് കെട്ടിടങ്ങളിലേക്കൊന്നും വന്ന് ഒരു സ്ഥലത്തോട്ടും വന്നില്ല. ആകെ ഈ നമ്മുടെ പ്രോപ്പർട്ടിയും അതിപ്പോൾ ഈ തൊട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഡാമേജ് ആയത്. അല്ലാണ്ട് ഇവിടെ വേറെ ആൾക്കൊരു ഡാമേജോ അല്ല ഒരാൾക്കൊരു അസുഖങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആൾക്കാർ അതും ഇതൊക്കെ ഫേക്കായിട്ട് പറയണതാണ്. വേറെ ആർക്കും ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ഈ തുടക്കം മുതൽ അവസാനം വരെ ഞാനിവിടെ ഉണ്ട്.
ഇപ്പോൾ ഈ ഗോഡൗണിനോട് തൊട്ട് ചേർന്നുള്ള നേരത്തെ ഉടമ സൂചിപ്പിച്ചിരുന്നത് പോലെ ആ വർക്ക്ഷോപ്പാണിത്. അതിൻ്റെ ഉടമയാണ്, അദ്ദേഹത്തിൻ്റെ വീടാണ് ഇതായി തൊട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീടാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് അദ്ദേഹം വളരെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയും അമ്മയെ ഇവിടുന്ന് മാറ്റുകയും ഒപ്പം തന്നെ ഇതിനു വേണ്ടിയ ആളുകളെയെല്ലാം വിളിച്ചു വരുത്തി, ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തി, ഉടമയെ വിളിച്ചു വരുത്തി മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുകയും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭാഗമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടയ്ക്കല്ല, വീടിനാണ് പ്രശ്നമുണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളാണിത്. വീടിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രദേശം പോലെ തന്നെ ഒരു പുലർച്ചെയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. സമീപത്തൊക്കെ ആളുകളുണ്ട്. ഇവരെയൊക്കെ ഒരു മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യമൊക്കെ എങ്ങനെയാണ് നടന്നത്? ഈ ഭാഗങ്ങളിലാണ്, ഈ വീടിനാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഗോഡൗൺ പൂർണ്ണമായിട്ടും കത്തി നശിച്ചു. ഒപ്പം തന്നെ അതിൻ്റെ എന്താണ് കാരണമെന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും ഒക്കെ ആവശ്യമാണ്. അതിനൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് ഇപ്പോഴുള്ളത്. നമുക്ക് ഇവിടെ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് MLA അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത് നിരീക്ഷിക്കുകയാണ്. അദ്ദേഹത്തോടും എന്താണ് സാർ എൻ്റെ ഒരു അല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ സരസ്വതി ചേച്ചിയുടെ വീടാണിത്. ചേച്ചി വെളുപ്പിന് 2 മണിക്ക് ബാത്റൂമിൽ തന്നെ എഴുന്നേറ്റിട്ട് വന്ന് കിടന്നപ്പോഴാണ് മോൻ പറഞ്ഞ് ഇങ്ങനെ തീ പിടിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു. ചേച്ചിയെയും കുടുംബത്തെയും അവിടെ ദൂരെ മാറ്റി നിർത്തി. അതുകൊണ്ട് കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല. വീട് പൂർണ്ണമായും കത്തി നശിച്ചു പോയിട്ടുണ്ട്. അല്ല, ഇതിനെക്കുറിച്ച് ഇപ്പോൾ എന്താണ്, ഇതിന് എങ്ങനെയാണ് തീ പിടിച്ചതെന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ലഭ്യമായതിനെ തുടർന്ന് ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കും. പേടിച്ചെന്ന് വെച്ചാൽ 2 മണി സമയമല്ലേ, തീയും ആദ്യം അങ്ങ് പോയി ഇവിടുന്ന് അങ്ങോട്ട് പൊങ്ങുമല്ലേ, തുടങ്ങണം ഇവിടെ. എന്തായാലും ഇവിടെ ഇപ്പോൾ ക്ഷമിക്കണം, പനമ്പള്ളി നഗറിൽ ആക്രിക്കടയ്ക്ക് തീപിടിച്ചു. ഒരു വലിയ തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സമീപ ഇടങ്ങളിലേക്കും തീ വ്യാപിച്ചിരുന്നു. പുലർച്ചെ 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ അഗ്നിശമന വാഹനങ്ങളുടെ സഹായത്തോടെയൊക്കെ തീ നിയന്ത്രണ വിധേയമാക്കി. സമീപത്തുണ്ടായ ആളുകളെയൊക്കെ ആ സാഹചര്യത്തിൽ അപ്പോൾ തന്നെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. അശ്വതി, മറ്റൊരു പ്രധാനപ്പെട്ടത്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസിയിലും വൻ അഗ്നിബാധ ഉണ്ടാവുകയുണ്ടായി. അഗ്നിശമന സേന അവിടെയും എത്തി തീ അണച്ചു. ഒരു കാർ പൂർണ്ണമായും 3 കാറും ബൈക്കുകളും ഭാഗികമായും കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹോട്ടലിലെ AC-യും അതുപോലെ തന്നെ മറ്റു വയറുകളുമൊക്കെ കത്തിപ്പോയി. അവിടെ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ പൂർണ്ണമായിട്ടും ഇപ്പോൾ അഗ്നിശമന സേന പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെ രാത്രി 12 മണിയോടുകൂടിയാണ്, വിമാനത്താവളത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അവിടെ അഗ്നിബാധ ഉണ്ടാകുന്നത് രാത്രി 12 മണിയോടുകൂടിയാണ്. 134 മുറികളാണ് ഇവിടെയുള്ളത്. കാർ പാർക്കിംഗ് ഏരിയയിലാണ് അഗ്നിബാധ ഉണ്ടായത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ നിലവിലില്ല. ഒരു കാർ പൂർണ്ണമായും 3 കാറുകളും അതുപോലെ തന്നെ ഏതാനും ബൈക്കുകളും ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട്. ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെ ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ച് ലാഡർ ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷേ പരിക്ക് ഇല്ല, അത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഹോട്ടലിലെ AC മറ്റു വയറുകളും ഒക്കെ തന്നെ കത്തിപ്പോയിട്ടുണ്ട്. അതിൻ്റെയും റിപ്പോർട്ട്, എന്താണ് സംഭവം എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ചിത്രം തെളിഞ്ഞിട്ടില്ല. ആ കാര്യത്തിലും ഒരു റിപ്പോർട്ട് ആവശ്യമാണ്. അവിടെയും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിട്ടില്ല. പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ആർക്കും പരിക്കുകൾ ഒന്നും തന്നെയില്ല. പനമ്പള്ളി നഗറിലും ആളുകൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങളോ മറ്റോ ഒന്നുമില്ല. പക്ഷേ ഈ ഗോഡൗൺ പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയാണ്.